ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 12 മുതൽ 19 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ പൗരോഹിത്യ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട ശിഷ്യർക്ക് വേണ്ടി കർത്താവീശോ മിശിഹ പ്രാർത്ഥിക്കുകയാണ്. 17-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ഈശോ തന്നെയായ വചനമാണ് വിശുദ്ധീകരണത്തിൻ്റെ ഉറവിടമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്ക് സമയം മാറ്റിവെക്കുക. ദൈവവചനം ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ ദൈവാത്മാവ് ആ വ്യക്തിക്ക് കൊടുക്കുന്ന ദാനമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധിയുള്ളവൻ എവിടെ പോയാലും അവനെ ദൈവമായ കർത്താവ് വേർതിരിക്കും. ആരാണ് വിശുദ്ധരെന്ന് ചോദിച്ചാൽ അവർ വേർതിരിക്കപ്പെട്ടവരാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമൊക്കെ പറയുന്നത് വിശുദ്ധീകരിക്കുക എന്ന് വെച്ചാൽ വേർതിരിക്കുക എന്നതാണ്. ദൈവികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ ദൈവമായ കർത്താവ് വേർതിരിക്കുന്നതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം കൊണ്ട് ജീവിതം നിറയ്ക്കുക. ദൈവം വിശുദ്ധി എന്ന പുണ്യം തരും. വിശുദ്ധീകരിക്കുന്ന വ്യക്തി വേർതിരിക്കപ്പെട്ടവനാണ്. ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ നിന്ന് വേർതിരിച്ച് അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവനാണ്. ഈ ഒരു വിളിയാണ് എല്ലാവർക്കുമുള്ളത്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ.